പിന്നെ മമ്മൂക്കയ്ക്ക് ഈ സിനിമയ്ക്ക് വന്നപ്പോൾ ഒരു ആക്ഷൻ സിനിമ ചെയ്യാന്ന് പറയുന്ന തീരുമാനത്തിൽ തന്നെയാണ് പുള്ളി വന്നത്. അപ്പോൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ ഈ ഡയറക്ഷൻ മാറി വന്ന് ഇയാൾ മമ്മൂക്ക ഇടിച്ചു. അത് മമ്മൂക്ക ഇടിച്ചു, മമ്മൂക്ക ഇങ്ങനെ കറങ്ങിപ്പോയി. അത് നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന ചേസിംഗ് ആണ്. അത്തരം ഒരു സിറ്റുവേഷൻ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന റിസ്ക് എന്തായിരുന്നു? ഫംഗ്ഷൻ ചെയ്യുന്ന വണ്ടികൾ വാങ്ങിച്ച് 4 ദിവസം കൊണ്ടെല്ലാം പൊട്ടി. 4 ദിവസം കൊണ്ടെല്ലാം പൊട്ടിച്ചൊക്കെ കളഞ്ഞു. അത് ഞാൻ രണ്ടാമത് ഇവരെയൊക്കെ പറ്റിച്ചു, ഇച്ചിരി ഇതിനെ പറ്റിച്ചു, മമ്മൂക്ക കൂടുതൽ പറ്റിച്ചു. അപ്പോൾ ലാലേട്ടന് വേണ്ടി ശരിക്കും ചെയ്യാനിരുന്ന സിനിമ വൻ സിനിമയാണ്, അത് ചെയ്യും, അതൊരു വൻ പരിപാടി ചെയ്യും. പക്ഷെ അതിലൊത്തിരി പഴി കേട്ടു. ഞാൻ അത് കേൾക്കാൻ അർഹനാണല്ലോ. ലാലേട്ടന് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്, അതിന്റെ ഭ്രാന്താണ് എനിക്ക്. പുള്ളി അതിനേക്കാളും വലിയ ഭ്രാന്തൻ ആക്ഷൻ്റെ കാര്യത്തിൽ. നമസ്കാരം. മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മമ്മൂക്ക 73-ാം വയസ്സിലും 37 വയസ്സുകാരൻ്റെ ആ എനർജി പിടിച്ച സിനിമ ടെർബോ ഇപ്പോഴും തിയേറ്ററിൽ ഗംഭീരമായിട്ട് ഓടുന്നു. അതിൻ്റെ സിസ്റ്റാവ് എന്നോടുമുണ്ട്. ഷാജി നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷത്തിനും മുഹൂർത്തത്തിലാണല്ലോ നമ്മളൊക്കെ. അതെ. താങ്കളും അങ്ങനെ തന്നെയല്ലേ? അതെ. ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്കുള്ള മാസാണ് കാണിച്ചിരിക്കുന്നത്. മമ്മൂക്ക ഈ പ്രായത്തിലും ആ മാസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഓരോ പ്രേക്ഷകരുടെ മനസ്സിൻ്റെ ഉള്ളിലും ഞാൻ പറഞ്ഞ പോലെ 73 37 വയസ്സിൻ്റെ ആ ആർജവമാണ് മമ്മൂക്ക കാണിച്ചത്. എങ്ങനെയാണ് മമ്മൂക്കയെ കൊണ്ട് അത്രയും ഒരു സംഭവം ചെയ്യിക്കാൻ എന്ന് മനസ്സുറച്ചിറങ്ങിയത്? ഞാൻ മമ്മൂക്കയുടെ ഏജ് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, ഞാൻ ക്യാരക്ടർ ഏജ് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നമ്മളെ ക്യാരക്ടറിനെ ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു 45 to 50 എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പിലാണ് ക്യാരക്ടറിനെ സെറ്റ് ചെയ്തത്. അപ്പോൾ ആ ക്യാരക്ടറിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം പ്ലാൻ ചെയ്തു. പിന്നെ അതിനൊരു എക്സിക്യൂഷൻ മെത്തേഡ് പ്ലാൻ ചെയ്ത് മമ്മൂക്കയുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്തു. പിന്നെ മമ്മൂക്കയ്ക്ക് ഈ സിനിമയ്ക്ക് വന്നപ്പോൾ ഒരു ആക്ഷൻ സിനിമ ചെയ്യാമെന്ന് പറയുന്ന തീരുമാനത്തിൽ തന്നെയാണ് പുള്ളി വന്നത്. അത് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് പുള്ളി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളി പ്രിപ്പയർഡ് ആയിരുന്നു, എന്നുവെച്ചാൽ മാനസികമായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നു. അങ്ങനെ അതുകൊണ്ട് അതിനങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതെ അതിൻ്റെ ഷൂട്ടിങ് മുന്നോട്ട് പോയി. എനിക്ക് പ്രസ് മീറ്റിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എനിക്ക് ആ സ്റ്റണ്ട് മാഷ് എന്നോട് പറഞ്ഞൊരു കഥ ഞാൻ ചോദിച്ചപ്പോൾ അതിപ്പം ഇല്ല എന്ന് പറഞ്ഞതാണ്. വൈശാഖി പറഞ്ഞു ഇപ്പോൾ ഇല്ല. മമ്മൂക്കായാണ് ഇതിനകത്ത് ഫൈറ്റ് സമയത്ത് ഒരു ഡൂപ്പ് പോലും വേണ്ട, 95% മമ്മൂക്ക ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഒന്ന് വീണു പോയപ്പോൾ സ്റ്റണ്ട് മാസ്റ്റർ ഒന്ന് ചോദിച്ചു ഒരാളെ മാറ്റി ചെയ്യണം, അപ്പോഴും മമ്മൂക്ക വേണ്ട ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ അത് പറയേണ്ട സമയമല്ല എന്ന് പറഞ്ഞു. ഇനി പറയാവുന്ന സമയമാണല്ലോ. ആ സംഭവം ഒന്ന് പറയോ? അല്ല, അതെന്താണെന്നറിയോ, അത് ഒത്തിരി സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിങ്ങനത്തെ വലിയ ആക്ഷൻസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ പരമാവധി ഞാൻ എപ്പോഴും ആ റിസ്ക് ഒഴിവാക്കാവുന്ന മെത്തേഡുകളാണ് ഷൂട്ട് ചെയ്യാറ്. പക്ഷെ ചില സമയത്ത് അങ്ങനെയുള്ള മിസ്റ്റേക്സുകൾ സംഭവിക്കാം. ഇപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10-20 ദിവസം എടുത്തിട്ടുണ്ടാവും ഈ ക്ലൈമാക്സിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അതിനകത്തൊരു ബാക്ക് ഷോട്ട് ഉണ്ടായിരുന്നു. ബാക്ക് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലെ പിടിച്ച ഒരാളിങ്ങനെ വലിക്കുന്ന സമയത്ത് അയാളിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ആ ഷോട്ട് കഴിഞ്ഞു, അപ്പോൾ അതിന് ശേഷമുള്ള ഷോട്ട് എടുക്കുക. അപ്പോൾ എഴുന്നേറ്റ് പോയി പുള്ളി അടുത്ത ആളെ കിക്ക് ചെയ്യുന്നതാണ് ഷോട്ട്. അപ്പോൾ ആ ആള് പുറകോട്ട് പോകാനുള്ള ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ അയാൾ റോപ്പിൽ വെച്ചിരിക്കുക. അപ്പോൾ അയാളെ നമ്മളിങ്ങനെ പുറകോട്ട് വലിക്കും. അപ്പം നമുക്ക് എഴുന്നേറ്റ് പോയി അടുത്ത ആളെ ചോക്കുന്നത്, ഇതാണ് ഷോട്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോപ്പ് വലിച്ച ആളുടെ അവർ 3 പേര് നിന്നാ ചെയ്യുക. അത് സിങ്ക് മാറിപ്പോയി ലെഫ്റ്റിലേക്ക് വലിച്ചു കുറച്ച്. അപ്പോൾ അത് നമുക്ക് എഴുന്നേറ്റ് വരികയാണല്ലോ. അപ്പോൾ നമ്മളൊരാൾ നിന്ന് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ബാലൻസ് കിട്ടുക ഫുള്ളായിട്ട്. അപ്പോൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ ഈ ഡയറക്ഷൻ മാറി വന്ന് ഇയാൾ മമ്മൂക്ക ഇടിച്ചു. അത് മമ്മൂക്ക ഇടിച്ചു, മമ്മൂക്ക ഇങ്ങനെ കറങ്ങിപ്പോയി ഒരു ടേബിളിന്. അപ്പോൾ അവിടെ മുഴുവൻ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുക, ഈ ട്യൂണ വെക്കുന്നത്. ആ ടേബിളിന് പോയി തലയടിച്ച് മറിഞ്ഞ് ആ ടേബിളിന് അടിയിലേക്ക് വീണുപോയി മമ്മൂക്ക. അപ്പം നമ്മൾ ഒരു കൂട്ട നിലവിളി ആദ്യം കേട്ടത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും അവിടെ നിന്നിരുന്ന എല്ലാവരും ഒരുമിച്ച് നിലവിളിച്ച് പോയി. ഞാൻ ഓടിപ്പോയി മമ്മൂക്കയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് എൻ്റെ അവിടെ കസേരയിൽ ഇരുത്തിയിട്ട് ഞാൻ മമ്മൂക്കയുടെ കൈ പിടിച്ച് കുറേ നേരം ഞാനിങ്ങനെ വിറയ്ക്കുന്ന എനിക്ക് കാണാം പേടിച്ചിട്ടേ. കാരണം ഞാൻ ഭയന്നുപോയി ഭയങ്കരമായിട്ട്. കാരണം അത് ഒന്ന് തലയിടിച്ചാണ് വീണത്, പിന്നെ ബാലൻസ് തെറ്റിപ്പോകുന്ന കുറേ ദൂരം പോയി പുള്ളി അടിച്ച് വീഴാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഫൈറ്റ് മാസ്റ്റർ ഒന്ന് കൊച്ചു കുട്ടിയെ പോലെ ഒന്ന് കരയുക. എല്ലാവരും പേടിച്ചു.
കോഴ്സ് ഞാൻ ഭയങ്കരമായിട്ട് വിറച്ച് പോയായിരുന്നു. ഈ ഫൈറ്റ് മാസ്റ്ററിൽ നിന്നും ഭയങ്കര കരച്ചിലായിരുന്നു. നമുക്കൊന്ന് ഓക്കെ ആയിട്ട് നമുക്ക് എഴുന്നേറ്റ് പോയിട്ട് അവരുടെ അടുത്ത് എന്താ മോനെ അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ എപ്പോഴും സംഭവിക്കുന്നതല്ല, നമ്മൾ മനഃപൂർവ്വം ചെയ്യണമല്ലോ, താൻ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അയാളടുത്ത് പറഞ്ഞു പോട്ടെ എന്നൊക്കെ പറഞ്ഞു. ജോർജ് ഏട്ടൻ ഒരു 3 പ്രാവശ്യം വന്ന് പറഞ്ഞു. അന്ന് മൊത്തം ഡെസ്പായിരുന്നു, അയാൾ മൊത്തം തകർന്നു പോയി. കാരണം അങ്ങനെ ഒരു അത് ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അത് ആക്ച്വലി. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവം ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം 5-6 മുറിവുണ്ടല്ലേ, 10-20 സ്ക്രാച്ച് ഒന്നും അല്ല, അതിൽ കൂടുതലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഇതുപോലെ ഒരുപാട് എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മമ്മൂക്ക ആയതുകൊണ്ട് പുള്ളി അതിനെ ഓക്കെ ഇതൊക്കെ സംഭവിക്കുന്നതാണെന്നുള്ള ഒരു ആംഗിളിൽ എടുത്തത് കൊണ്ടാണ് ഷൂട്ട് മുന്നോട്ട് പോകുന്നത്. അതെ അതെ അതെ. കാരണം അതിനുശേഷം അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് പിടിച്ച ഷോട്ടാണ് പിന്നീട് കാണുള്ളത്. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞ് പോയിട്ട് ഒന്ന് ഫ്രഷപ്പായി വന്ന് അടുത്ത ഷോട്ടിലേക്ക് കയറി. ബുദ്ധിമുട്ട് എല്ലാവരും ഒന്ന് ഭയങ്കരമായിട്ട് വിറച്ചു പോയി, ഭയങ്കര എല്ലാവരും കൂടെ അറ്റാക്ക് വരുന്ന ഒരവസ്ഥയിലായി പോയി എല്ലാവരും. അതാണ് എന്നോട് ഫൈറ്റ് മാഷ് ഇങ്ങനെ ഞങ്ങൾ കാരണം അത് പിന്നെ ഈ ഒരു ആക്ഷൻ ടൈമിങ് സെറ്റ് ആവാൻ ഒരാൾ വിചാരിച്ചാൽ പോരാ. ഇപ്പം ഹീറോ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളായിരിക്കും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കൂടെ നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കറക്റ്റ് ആവണം. ഈ അയാളുടെ കൺട്രോളിലും അല്ല റോപ്പ് ഷോട്ട് ഒരിക്കലും ആക്ടറുടെ കൺട്രോളിലല്ല. റോപ്പ് ഫുഡ് ചെയ്യുന്നവരുടെയാണ്. അപ്പോൾ അവരുടെ ടൈമിങ് മാറുമോ, അവർ തമ്മിലുള്ള സിങ്ക് മാറുകയോ ചെയ്താൽ ഇതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ട് പിടിച്ച പരിപാടികളാണ്. അതുകൊണ്ടാണ് ഈ ആക്ഷനിൽ എപ്പോഴും അതിനകത്ത് റിസ്ക് വരുന്നത്. ഒരു ആക്ഷൻ സിനിമ എടുക്കുമ്പോൾ, ഇപ്പം ഡയറക്ടർ ആക്ഷൻ സിനിമ എടുക്കുമ്പോൾ നല്ല റിസ്ക്കാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ നല്ല റിസ്ക്കാണ്. ഈ മമ്മൂക്കാനെ വെച്ച് ആക്ഷൻ സിനിമ മതി എന്ന് തീരുമാനിക്കാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. മമ്മൂക്ക അല്ല അതുകൊണ്ടല്ല, ഈ നമുക്ക് കുറേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക. അതെ അതെ അതെ. ഞാനാണല്ലോ ഈ 2 വർഷം കൂടുമ്പോൾ സിനിമ ചെയ്യണേ, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ സിനിമ ചെയ്യണം. പക്ഷെ മമ്മൂക്ക് നോക്കൂ, കണ്ടിന്യൂസ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മമ്മൂക്കയുടെ സിനിമയുടെ രീതികൾ പല തരത്തിലുള്ള സിനിമകൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണം നിർബന്ധമൊന്നുമില്ല, ഒരിക്കലും ഇല്ല. ഒരു സിനിമ കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണ് എല്ലാ സിനിമ, എല്ലാ ജോണറുകളും അങ്ങനെയാണ്. അപ്പോൾ ഈ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി പുള്ളി ചെയ്യുന്ന സിനിമയാണ് ടർബോ. അത് അവർക്ക് വേണ്ടി മാത്രമുള്ള സിനിമയാണ്. പക്ഷെ അതിപ്പോ ഫാമിലിയും കയറി ഏറ്റെടുത്ത. ഓഫ് കോഴ്സ് അല്ല, ഞാൻ പറഞ്ഞത് ഫാമിലിക്ക് ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടായില്ല. കൂടുതൽ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന എത്രയോ ഫാമിലി ഉണ്ട് അല്ലേ, കുട്ടികളുണ്ട് ഭയങ്കര. ഞാൻ പറഞ്ഞതല്ല, ഓരോ ജോണർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ മാസ് ആക്ഷൻ സിനിമകൾ കാണണം എന്ന് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പുള്ളി ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പം അത് പുള്ളിയുടെ ഡിസിഷനാണ്. അതുകൊണ്ടാണല്ലോ പുള്ളി ബ്രില്യൻ്റ് ആവുന്നത്. പുള്ളി ഏതെങ്കിലും ഒരു തരത്തിലുള്ള സിനിമ മാത്രം ചെയ്ത് പോകുന്ന കംഫർട്ട് സോൺ നോക്കി പോകുന്ന ആളല്ല. പുള്ളിയുടെ എൻറ്റയർ കരിയറിൽ പുള്ളി പല തരത്തിലുള്ള സിനിമകൾ ഇങ്ങനെ മാറി 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 ചെയ്തുകൊണ്ടിരിക്കുക. അതിലൊരു ടേൺ ആണ് ആക്ഷൻ സിനിമ എന്ന് പറയുന്നത്. എന്ത് ചെയ്താലും അതിന്റെ ഏറ്റവും ബെസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ. ആക്ഷൻ സിനിമ ചെയ്യാൻ ഇറങ്ങി, അപ്പൊ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ സിനിമ ചെയ്യുക, കാണാത്തൊരു ആക്ഷൻ ചെയ്യുക, ഇതുവരെ ചെയ്യാത്തൊരു ആക്ഷൻ ചെയ്യുക. അതാണല്ലോ നമ്മുടെയും ജോബ്. അതെ അതെ. 2010 യാത്ര മമ്മൂക്കാടെ ഒപ്പമുള്ള യാത്രയാണ് തോന്നുന്നത് അല്ലേ? പൊക്കുരാജോട് മമ്മൂക്കായുടെ 2009 സ്റ്റാർട്ട് ചെയ്തു. 2010 റിലീസ് ചെയ്യണം. ആ ഒരു യാത്ര ഇപ്പോൾ 2024 വന്നിരിക്കുകയാണ്. എന്തിലേക്ക് വന്നപ്പോഴും മമ്മൂക്കാടെ കൂടെ തന്നെയാണ്. 3ാമത്തെ സിനിമയാണ് മമ്മൂക്കാടെ കൂടെ. മമ്മൂക്കാടെ കൂടെ സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മമ്മൂക്കായിട്ട് അടുത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെ ഒരു സംസാര രീതികളാണ് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുള്ളത്? മമ്മൂക്കയുടെ അടുത്ത് എന്തോ സംസാരിക്കാം. ആകാശത്തിന് കീഴെയുള്ള ഏത് ടോപ്പിക്കും പുള്ളിയോട് സംസാരിക്കാൻ പുള്ളി ഒക്കെയാണ്. കാരണം പുള്ളിക്ക് അതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം അറിവുണ്ടാവും. ബിക്കോസ് പുള്ളി ഇങ്ങനെ ഒരു തുറന്ന പാത്രവുമായി ഇരിക്കുന്ന ആളാണ്, എല്ലാ ഇൻഫർമേഷൻസും കിട്ടുന്ന ആളാണ്. പുള്ളിയുടെ അടുത്ത് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പറയാം. ഈ നമുക്ക് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലായിടത്തും പറ്റാത്തൊരു കംഫർട്ട് സോൺ നമുക്ക് മമ്മൂക്കയുടെ അടുത്ത് കിട്ടാറുണ്ട്, എനിക്ക് കിട്ടാറുണ്ട്. നമ്മുടെ ആശങ്കകൾ, ടെൻഷൻസ്, നമ്മളുടെ ഭയം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ഇതൊന്നും നമ്മൾ മറ്റാരുടെ പൊതുവെ പറയാറില്ല. അത് ആക്ടേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും. കാരണം നമ്മളെ ജഡ്ജ് ചെയ്യും അവർ. നമുക്കുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത് നമുക്കെല്ലാവർക്കും പറയാൻ പറ്റില്ല. ഇയാൾക്ക് ഇത് ക്ലാരിറ്റി ഇല്ലെന്ന് ചിന്തിക്കും ആൾക്കാർ. അതെല്ലാം മനുഷ്യർക്കും സ്വാഭാവികമായി തോന്നും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലങ്ങളിൽ നമ്മളിങ്ങനെ സിനിമ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുക, അതിൻ്റെ സ്വഭാവങ്ങളും രീതികളും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് തന്നെയാണോ ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാം. ഇത് നമ്മൾ ആരുടെ അടുത്ത് സംസാരിക്കും? അപ്പോൾ എത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള പുള്ളിയുടെ അടുത്ത് നമുക്കത് സംസാരിക്കാം ധൈര്യമായിട്ട്. കാരണം ഒന്നും പുള്ളി ജഡ്ജ് ചെയ്യില്ല. കാരണം പുള്ളിക്ക് അറിയാം അയാൾക്കത് ചെയ്യാനുള്ള കഴിവുണ്ട്, ടാലൻ്റ് ഉണ്ട്. അപ്പോൾ
അയാൾക്ക് തോന്നുന്ന ഒരു ആശങ്ക നമ്മുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അതിന് പുള്ളിയുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടൊരു മറുപടി പറയും. ആ മറുപടി ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ പുള്ളി നന്നായി പഠിച്ചിട്ടുള്ള അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അത് ഈ ട്രീറ്റ്മെൻറ്റിൽ വർക്കായേക്കാം, ടെൻഷൻ വേണ്ട, അത് കറക്റ്റാണ്, അല്ലെങ്കിൽ അത് കറക്റ്റ് അല്ല എന്ന് പറയാം. അപ്പം പുള്ളിയുടെ ഒരു ജഡ്ജ്മെൻറ്റിനെ ഒരു കോൾ നമുക്ക് എടുക്കാൻ പറ്റും. അത് വളരെ കംഫർട്ടാണ്. അത് നമുക്ക് എല്ലായിടത്തും പറ്റത്തില്ല. അതാണ് എനിക്ക് പുള്ളിയോടുള്ള അത് പുള്ളിയിലൂടെ പോകുമ്പോൾ നമുക്ക് ചുമ്മാ ബാഗ് എടുത്ത് പോയാൽ മതി ഷൂട്ടിന്. ഒരുപാട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും നമുക്ക് അവിടെ ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യുമല്ലോ. കൃത്യമായിട്ട് പറഞ്ഞു തരും. നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. നന്നാകണം. ഞാനില്ലേ ഒരു ദിവസം എന്തോ ആക്ഷൻ എടുത്തോണ്ടിരിക്കുക. അപ്പം നമ്മൾ ഈ ആക്ഷൻ എടുക്കുന്ന സമയത്ത് അതിങ്ങനെ ശ്രദ്ധിച്ച് ഓരോ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് ഓക്കെ ആകും, നമുക്ക് ടെൻഷനൊന്നും വേണ്ട, ഇത് ഓക്കെ ആവും എന്നിങ്ങനെ പറയുമ്പോൾ പുള്ളി പറഞ്ഞു, ഇതൊക്കെ ആവണം. അല്ല, ഞാൻ ഇങ്ങനെ പറയാം, എനിക്ക് മിസ്റ്റേക്സുകളൊക്കെ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഇത് മിസ്റ്റേക്ക് അല്ല നമുക്ക്, ഇത് കറക്റ്റ് ആവും, ഇത് ഓക്കെ ആകും എന്ന് പറഞ്ഞു. മിസ്റ്റേക്ക് വരാൻ പാടില്ല, ഇത് കറക്റ്റ് ആവണം, നിനക്കത് കറക്റ്റ് ആവാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. പുള്ളി വളരെ പറഞ്ഞ പുള്ളിയിലേ പോയി. നമ്മളിത് അങ്ങനെ ആരും വേറൊരു പറയില്ലോ. നമുക്ക് വേണ്ടി വേറൊരാൾ പറയില്ല, ജോലി ചെയ്യാണ്, നമുക്ക് വേണ്ടി വേറൊരാൾ കഷ്ടപ്പെടാണ്, അത് നീ നന്നാവാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന ആംഗിളിൽ തന്നെയാണ് ചെയ്യുന്നത്. മനസ്സുകൊണ്ട് അങ്ങനെ തന്നെയാണ്. അതായത് പുള്ളിയുടെ പ്രൊഡക്ഷൻ കമ്പനി ആയതുകൊണ്ടോ, ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമകൾ പുള്ളിയുടെ പ്രൊഡക്ഷൻ കമ്പനി ഒന്നുമല്ലോ, പുള്ളിയുടെ പ്രൊഡക്ഷൻ കമ്പനി ആയതുകൊണ്ടോ ഇതിന് പൈസ കിട്ടാൻ വേണ്ടിയൊന്നും അല്ല. പുള്ളിക്ക് നമ്മൾ നന്നാവണമെന്നും നന്നായി നിൽക്കണമെന്നും നമ്മുടെ സിനിമകൾ ഓടണമെന്നും നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവണമെന്നും നമുക്ക് കരിയർ വേണമെന്നും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്നൊക്കെ ശരിക്കും ഒരു വെൽവിഷർ എന്ന് പറയില്ല, ഒരാൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരാളെന്ന് പറയില്ലേ, അങ്ങനെ ഒരാളാണ് നമുക്ക്. എനിക്ക് പിന്നെ ഈ സിനിമയിലെ കുറച്ച് ഭാഗങ്ങൾ എടുത്തു പറയാം. എനിക്ക് അവസാനമുള്ള ചേസിങ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന ചേസിങ് ആണ്. അത്തരമൊരു സിറ്റുവേഷൻ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന റിസ്ക് എന്തായിരുന്നു? ചേസ് ഈ സിനിമയുടെ എഡിറ്റർ ഉണ്ട് ഷമീർ മുഹമ്മദ്. അപ്പം അവനാണ് ഈ ചേസ് എന്ന് പറയുന്ന സംഭവത്തിൽ അത്രയേറെ ആഗ്രഹമുണ്ടായിരുന്നത്, നന്നായിരിക്കണം. അത് ഞങ്ങൾ ഗ്രാഫ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സിനിമയ്ക്ക് നമ്മളിങ്ങനെ ഒരു പോയിന്റ് ഡിസൈൻ ചെയ്ത് പോകുമല്ലോ, അപ്പോൾ ആ പോർഷനിൽ നമുക്കത് ഭയങ്കര ലിഫ്റ്റിംഗ് പ്ലേസ് ആണെന്ന് മനസ്സിലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഒരു കൺഫ്യൂഷൻ തോന്നി, ഇത് വേണോ, കാരണം ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരുപാട് പൈസയാകും. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇത് എടുത്തില്ലെങ്കിൽ അത് കുഴപ്പമുണ്ടോ, നമുക്കത് ഒരു ആക്ഷൻ അപ്പുറത്തെ ആക്ഷനാണ് ഇപ്പുറത്തെ ആക്ഷനാണ് നമുക്ക് വിട്ട്. അപ്പോൾ അവൻ ഒറ്റ വാശ, അല്ലെങ്കിൽ അത് പറ്റില്ല മസ്റ്റായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ അത് കാരണമാണ് ഞാനത് പിന്നെ ശരി എന്ന് പറഞ്ഞ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങളത് ഡിസൈൻ ചെയ്തു പ്രോപ്പറായിട്ട്. കാരണം നമ്മൾ ഈ പറയുമ്പോഴും നമുക്ക് ഇത്രയും സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ സിനിമയ്ക്ക്. നമുക്ക് പോകാവുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട്, നമുക്ക് ഷൂട്ട് ചെയ്യാവുന്ന ഒരു ഡേയ്സ് ഉണ്ട്. അപ്പം ഞാനിതിങ്ങനെ പറയുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസ് എനിക്ക് കിട്ടാറുണ്ട്, ഡേയ്സും കിട്ടാറുണ്ട്. ഞാൻ ആർത്ഥത്തിലല്ല പറഞ്ഞത്, മറ്റു ഭാഷകളുമായോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു റേഞ്ച് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നമ്മളതിൻ്റെ ഒരു ടെൻഷനിലായിരിക്കുമല്ലോ എപ്പോഴും ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു ആശങ്ക എപ്പോഴും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ പ്രീ പ്ലാൻ ചെയ്തു പ്രോപ്പറായിട്ട് എന്നുള്ളതാണ്. നമ്മളത് സ്റ്റോറി ബോർഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോയത്. അപ്പം നമ്മൾ ആക്ച്വലി 5 ദിവസമാണ് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്, ചേസ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം പെർമിഷൻ ഇഷ്യൂസ് വന്നു. ഇത് റിയൽ സ്ഥലത്ത് വേണം ഷൂട്ട് ചെയ്യാൻ, നമുക്ക് ഇത്രയും സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, റോഡുകളല്ലേ. അപ്പോൾ പെർമിഷൻ കിട്ടില്ല, വണ്ടികൾ പോയിക്കൊണ്ടിരിക്കില്ല, വണ്ടികൾക്കിടയിൽ ചെയ്തെടുക്കാനും പറ്റില്ലല്ലോ. അപ്പം വണ്ടിയൊക്കെ ഒഴിഞ്ഞ് കിട്ടുന്ന ഒരു 12 മണിയൊക്കെ ആവും രാത്രി. 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ വണ്ടികൾ വന്നു തുടങ്ങും. ഈ പാല് വന്ന് 10 വണ്ടികളൊക്കെ വരും. പിന്നെ രാവിലെ ഏർലി മോർണിംഗ് പോകണ ജോലിക്ക് പോകണവരൊക്കെ വരും. അപ്പം നിർത്തുകയും വേണം. പിന്നെ നമ്മളൊരു 3.5 ദിവസമാണ് നമുക്ക് പ്രോപ്പറായിട്ട് നൈറ്റ് കിട്ടിയത്. അതിനകത്ത് ഞാൻ ഒരു 60% എടുക്കാൻ പറ്റിയിട്ടുണ്ടാവും, 40% കോംപ്രമൈസ് ചെയ്തു സ്റ്റോറി ബോർഡിൽ. വന്നേനെ അത് നമ്മളൊരു ഇച്ചിരി കൂടി നമുക്ക് പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു വേറെ ലെവൽ എത്തിക്കായിരുന്നു. ഒരു 100% കിട്ടിയേനെ. നമുക്കൊരു 60% ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ അപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര എക്യുപ്മെന്റ്സുകൾ വേണം. പിന്നെ ഈ പറഞ്ഞ എനിക്കൊന്നും 1 കോടി രൂപയോളം വണ്ടികൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വണ്ടികളൊക്കെ വാങ്ങിച്ച് 1 കോടി രൂപയോളം വണ്ടികൾ വാങ്ങിക്കണ്ടേ.
എല്ലാം വാങ്ങിക്കുവാണല്ലോ ചെയ്യണം. അല്ല പിന്നെ കളയുമല്ലേ, പൊട്ടിച്ച് കളയുമല്ലേ. അപ്പൊ കുറെ കാറുകള്, ഓട്ടോ, അങ്ങനെയുള്ള വണ്ടികളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടാണ് ഇത് ചെയ്യണേ. പിന്നെ ഇത് ഓടുകയും വേണം, വെറുതെ ഡംപ് ചെയ്യാനുള്ള വണ്ടി എടുക്കും. അപ്പൊ ഫംഗ്ഷൻ ചെയ്യുന്ന വണ്ടികൾ വാങ്ങിച്ച് 4 ദിവസം കൊണ്ടെല്ലാം പൊട്ടിച്ചൊക്കെ കളഞ്ഞു. അല്ല, ഞാൻ ഇപ്പോഴാ പറഞ്ഞത്, അത് മൊത്തം ഉണ്ടെങ്കിൽ എന്തായിരുന്നു അല്ലേ, 100% ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളെ മൊത്തത്തിൽ പടത്തിൽ ഒരു 60% വരുള്ളൂ അല്ലേ. എല്ലാത്തിനും പ്ലാൻ ഒരു കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അല്ലേ. അത് നമ്മുടേതായ പ്രശ്നങ്ങളാണ്. വെച്ചാൽ സാഹചര്യങ്ങൾ അനുകൂലമായി വരണം. ഒത്തിരി ഇഷ്യൂസ് വരുമല്ലോ സിനിമ ഷൂട്ടിംഗ് സമയത്ത്. സിനിമയുടെ പെട്ടെന്നൊരു ചേഞ്ചിങ് ആണ് ചെന്നൈയിലേക്ക് അല്ലേ, ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട്. അപ്പം ഞാനൊക്കെ ഫസ്റ്റ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ചേഞ്ചിങ്. നമ്മൾ തുടക്കത്തിൽ ചെന്നൈ കാണിക്കുന്നുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നു. പക്ഷെ അവിടേക്ക് കൊണ്ട് കണക്ട് ചെയ്യുന്നുണ്ട് സിനിമ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ആ സീൻ നമുക്ക് പെട്ടെന്ന് വർക്കൗട്ടായി, ഇങ്ങനെയാണ് ഇവിടെ കണക്ഷൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ബാങ്കിലെ ഒരു ഇഷ്യൂസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് കണക്ട് ആകാൻ പ്രേക്ഷകർ വൈകുമോ എന്നൊരു ചിന്താഗതി ഡയറക്ടറിനുണ്ടായിരുന്നു. ഇല്ല, അത് ഈ സിനിമ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ സാധാരണ മാസ് സിനിമയുടെ സ്വഭാവത്തിലല്ല. സാധാരണ മാസ് സിനിമ ഒരു അപ്പ് ഡൗൺ ഗ്രാഫിലാണ് സെറ്റ് ചെയ്യുക. അതായത് ഒരു മാറ്ററുകളും കാര്യങ്ങളും പറയും, പിന്നെ ഒരു ഹൈ വരും സീൻ. അത് ചിലപ്പോൾ ഒരു ആക്ഷൻ ആകാം, അല്ലെങ്കിൽ സോങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹീറോയിക് ആയിട്ടുള്ളൊരു സീനാവാം. വീണ്ടും നമ്മൾ കുറച്ച് നേരം തമാശകളോ അല്ലെങ്കിൽ മാറ്ററുകളോ ഒക്കെ പറഞ്ഞു പോകും, വീണ്ടും കയറും. അങ്ങനെ ഒരു ഗ്രാഫിലാണ് സാധാരണ മാസ് സിനിമ ഡിസൈൻ. ഇതിന് അങ്ങനെ ഒരു പരിപാടിയല്ല ചെയ്തത്. കാരണം ഇതിന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു, സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞാൽ ഫൈറ്റ് മാത്രം പോകണം. സാധാരണ ഇംഗ്ലീഷ് സിനിമകൾ നമ്മൾ നോക്കിയാൽ കാണാം, ആ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു കഥ പറഞ്ഞ് കഴിയും. പിന്നെ ഹാപ്പനിങ്സ് മാത്രം വെച്ചിട്ടുള്ള ഒരു പരിപാടി. അങ്ങനെ ആദ്യം വിചാരിച്ചത് അങ്ങനത്തെ ഒരു പാക്കേജിലൊരു ആക്ഷൻ പടം ചെയ്താൽ. പക്ഷെ അത് പേടിയായി. മലയാളത്തിൽ വന്ന് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഡ്രാമയില്ലാതെ, കഥ പറയാതെ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കും, പ്രത്യേകിച്ച് ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. അതിന്റെ ആശങ്ക വന്നിട്ടാണ് ഈ 50-50 ചെയ്തത്. അപ്പൊ ആദ്യം ഒരു പകുതി കൊണ്ട് കഥ മുഴുവൻ പറഞ്ഞു തീർത്തു. എന്താണ് പ്രശ്നം, ആരൊക്കെയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഹീറോ വന്ന് അവിടേക്ക് സെറ്റ് ആവുന്നു, ഇഷ്യൂയിലേക്ക് പെടുന്നു. അത് പറയാൻ ഫസ്റ്റ് ഹാഫ് എടുത്തിട്ട് സെക്കൻഡ് ഹാഫ് പിന്നെ ആക്ഷന് വേണ്ടി മാത്രം ഉപയോഗിക്കാം എന്നുള്ള പാറ്റേണിലാണ് പോയത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്ത് ആയതുകൊണ്ട് അതിനുള്ള ക്ലാരിറ്റി കുറവില്ലായിരുന്നു. സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അതുകൊണ്ടാണ്. സിനിമ കാണുമ്പോൾ ഒരു ഇങ്ങനെ മെല്ലെ വന്ന് ഇങ്ങനെ കയറി ഗ്രാഫ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് പലരും എന്നെ പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ടത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫാണ് ബെറ്റർ, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിനേക്കാൾ താഴെയാണെന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ആ സിനിമ നമുക്കാണല്ലോ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫൊക്കെ. സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഥ പറയാൻ ഒരു ഗ്രാഫ് ഒരു പോയിന്റ് വരെ എടുത്തു, അതിനുശേഷം ഫുൾ ത്രിൽസ് കൊടുത്തു, ആക്ഷൻ മാത്രം കൊടുത്തു. അപ്പം അതുകൊണ്ട് ആക്ഷൻ മാത്രം നന്നായിട്ടിരുന്നു. കഥ മൊത്തം പറഞ്ഞു തീർക്കുന്ന ഒരു പ്ലേസ്മെന്റ് ഉണ്ടല്ലോ ഇവിടെ. അത് മുഴുവൻ പറയണമല്ലോ, വെറുതെ രാവിലെ ഒന്നും അടികൊടുക്കാൻ പറ്റില്ലല്ലോ. വില്ലൻ ആരാണെന്ന് പറയണം, അയാളുടെ പ്രശ്നം എന്താണെന്ന് പറയണം, അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എത്തിച്ചിട്ടല്ലേ പറയാൻ പറ്റും. അത് അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തത് അങ്ങനെ. ഈ സിനിമ അങ്ങനെയാ ഗ്രാഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അത് തോന്നി. ഇപ്പൊ ഈ എനിക്ക് സിനിമ കണ്ടപ്പോൾ അങ്ങനെ ഞാനും ഭയപ്പെടുകയാണ്. സിനിമ ഇത് ഇങ്ങനെ കൊണ്ട് നിർത്തിയാണ്, എന്താണ് ദൈവമേ എന്നാണ് എൻ്റെ ഒക്കെ. പിന്നീട് അങ്ങ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നിട്ട് വേറൊരു സെറ്റപ്പിലേക്കാണല്ലോ സിനിമ. സെക്കൻഡ് ഹാഫ് പറയാനുള്ള ഒരു ബേസ് ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് കണ്ടുവച്ചത്. രാജ്പീർ ഷെട്ടി എന്ന ഒരു വ്യക്തിയെ, അദ്ദേഹത്തെ തന്നെ ഇതിലേക്ക് വില്ലൻ എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്തായിരുന്നു? അയാളൊരു ആക്ടർ, നല്ല ആക്ടർ. തീർച്ചയായും. ബിക്കോസ് ഈ സിനിമയ്ക്ക് നല്ലൊരു ആക്ടർ വേണം വില്ലൻ ചെയ്യാന്നുള്ള തീരുമാനം ഇതിനുണ്ടായിരുന്നു. അതിന്റെ കാരണം ഈ സിനിമയിൽ ഇല്ലാത്തൊരു സീൻ ഉണ്ടായിരുന്നു, നമ്മൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞതാ. അത് ഇപ്പൊ മമ്മൂക്കയുടെ സീൻ നിങ്ങൾ കണ്ടില്ലേ, അതിനകത്ത് മമ്മൂക്കയ്ക്ക് ഒരു ബാക്ക് സ്റ്റോറി പറയുന്ന ഒരു സീൻ, അതുപോലെ സീൻ വില്ലനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മനോഹരമായ ഒരു സീൻ ഉണ്ടായിരുന്നു. അയാൾ ആര്, എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു സീൻ ഉണ്ടായിരുന്നു. പിന്നീട് ചില സാങ്കേതിക കാര്യങ്ങൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല. പക്ഷെ ആ സീൻ പെർഫോം ചെയ്യണമെങ്കിൽ ഒരു നല്ല ആക്ടർ വേണം. അയാളുടെ ഇമോഷനായിരുന്നു അത്. അയാൾ എന്തുകൊണ്ട് എന്ന് പറയുന്ന ഇമോഷനായിരുന്നു. അത് പെർഫോം ചെയ്യുന്ന ബെസ്റ്റ് ആക്ടർക്ക് മാത്രമേ പറ്റുള്ളായിരുന്നു. അപ്പൊ അത് ഒരു നല്ല ആക്ടറെ അതുകൊണ്ട് ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു തീരുമാനത്തിലേക്ക് പോയി. പിന്നെ അതുകൊണ്ട് കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള സ്വഭാവമുള്ള ഒരാളാണ്, കുറച്ച് ഒരു സൈക്കോട്ടിക് ബിഹേവിങ് ഉള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ മറ്റ് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു റൂട്ട് രസമായിരിക്കും, പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. പിന്നെ പുള്ളിയുടെ ആ ഒരു രൂപം പ്രത്യേകതയുള്ളതാണ്, ചെറിയ മനുഷ്യനാണ്, പക്ഷെ പെർഫോമൻസ് വലുതാണ്. അപ്പൊ അതൊന്ന് അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്യാന്നുള്ള പരിപാടിയിലാണ് പിടിച്ചത്. അദ്ദേഹത്തെ തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ മനസ്സിലുണ്ടായിരുന്നത്.
ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒരു വേറെ ഓപ്ഷൻസ് ഒന്നും ആലോചിച്ചിട്ടില്ല. ഇല്ല. പക്ഷെ ഈ വില്ലൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മളിൽ അങ്ങനെ ഷൂട്ടിങ്ങിന് ഒരു മാസം മുമ്പത്തേക്കുള്ള സമയത്തേക്ക് അതൊക്കെ പ്ലാൻ ചെയ്തു. ഇതിലേക്ക് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മമ്മൂക്കാക്ക് ഒരു തുടക്കം കാണുമ്പോൾ മമ്മൂക്കാടെ നമ്മൾ ഇത്ര ഒരു മാസ പടം എന്ന് ഒരു പ്രതീക്ഷയിൽ പോകും. ആ മമ്മൂക്കാടെ എൻട്രി വളരെ സ്ലോയിലാണ് ആദ്യം കാണിക്കുന്നത്. പിന്നീട് ആ ഉത്സവപ്പറമ്പിലേക്ക് വരുമ്പോഴാണ് അത് അങ്ങനെ മതിയെന്ന് മനഃപൂർവ്വം വിചാരിച്ചു. മമ്മൂക്ക എന്നൊരു വ്യക്തിയുടെ ഒരു മാസം നമ്മൾ പ്രതീക്ഷിക്കാം. ഈ സിനിമയ്ക്ക് മറ്റു മാസ സിനിമകളുമായി കുറച്ച് വ്യത്യാസമുണ്ട്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ നമ്മൾ കഥ പറയാൻ എടുത്തിരിക്കുന്ന സമയമാണ്. ഇതിലങ്ങനെ മാസ് ചേരുവകൾ ചേർത്ത് ഒരു ഫോർമുല പരിപാടി അല്ല ഫസ്റ്റ് ഹാഫ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയിൽ ആദ്യം വന്ന് നമ്മളൊരു വൺ ഇൻട്രോ കാണിച്ചിട്ട് ആ കഥ മുഴുവൻ പറയാൻ പോയി അതിങ്ങനെ വലിഞ്ഞു താഴോട്ട് പോകും. അപ്പോൾ അത് ആദ്യമേ ഡിസൈൻ ചെയ്ത് അതൊരു റൈറ്റർ ബ്രില്യൻസ് ആണ്. മിഥുൻ പറഞ്ഞത് നമുക്ക് സോഫ്റ്റായിട്ട് ഇൻട്രോ കൊടുക്കാം, അയാളുടെ കഥാപാത്രം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാം, എന്നിട്ട് അയാളുടെ സാഹചര്യങ്ങൾ സന്ദർഭങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ഇയാൾ ഈ സാഹചര്യത്തിൽ പെട്ടപ്പോൾ ഇയാൾക്ക് എന്തിലേക്ക് പോകും. അപ്പം അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തത് അങ്ങനെ തന്നെയാണ്. ഈ ഫസ്റ്റ് ഇൻട്രോ വളരെ സാധാരണ പരിപാടിയിലും, കാരണം അത് അയാൾ ക്യാരക്ടർ എന്താണെന്ന് പിടുത്തം വേണ്ടി മാത്രം അത് മനസ്സിലാക്കി കൊടുക്കുവാണ് പ്രേക്ഷകർ. പിന്നെ പിന്നീടുള്ള മാസാണ് കാണിക്കുന്നത്. പിന്നെ മാസാണ് കാണിക്കുന്നത്. അത് രണ്ടാമത് ഞാൻ പിന്നെ സൂത്രപ്പണിയൊക്കെ നോക്കി കൊട്ടി എടുത്തതാണ്. എനിക്ക് ഇങ്ങനെ അതും കൂടെ വേണമല്ലോ. അതെ, അത് ഞാൻ രണ്ടാമത് ഇവരെയൊക്കെ പറ്റിച്ചു. ഇച്ചിരി ഇതിനെ പറ്റിച്ചു, നമുക്ക് കൂടുതൽ പറ്റിച്ചു. അങ്ങനത്താണ് രണ്ടാമത്തെ മാസം കാണിച്ചതല്ലേ. നമുക്ക് അറിയില്ലായിരുന്നു അത് മാസ് ഇൻട്രോ എന്നൊന്നും അറിയില്ലായിരുന്നു. ഷൂട്ടിംഗ് ഒന്നും പുള്ളിക്ക് അറിയില്ല. പുള്ളി അവിടെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ ചോദിച്ചു, പുള്ളി ഇതെന്തിനും ഇതിപ്പോ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് നമ്മളൊരു ഞാൻ പള്ളിപ്പെരുന്നാളിന്റെ സെറ്റപ്പാണെന്ന് അതൊക്കെ അത് കഴിഞ്ഞ് ഷോട്ടൊക്കെ എടുക്കുന്ന സമയമായപ്പോൾ പുള്ളിക്ക് ഇതൊന്നും നമ്മളിങ്ങനെ അടി നടക്കുന്നതിലേക്ക് വന്ന് അടിച്ചാൽ പോരെ എന്നാണെന്നൊക്കെ ചോദിച്ചു. അത് ശരിയാണ്, ചെറിയ ചെറിയ പരിപാടികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഷോട്ടിലായിരുന്നു അറിയാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് പറ്റിച്ചിട്ടാ അതെടുത്ത് മാസം പറ്റിച്ചു. രണ്ടുപേരും പറ്റിച്ചു. നമുക്കാണോ കൂടുതലും, മിഥുനെ കുറച്ചും പറ്റിച്ചു. മിഥുനറിയാം. അത് ചേട്ടന്റെ പരിപാടി അവിടെ വെച്ചോ, കുഴപ്പമില്ല, അവിടെ വെച്ചോളാൻ പറഞ്ഞല്ലേ. ഈ പിന്നീട് മമ്മൂക്ക അതിനകത്ത് നമ്മൾ ഹ്യൂമറും കിട്ടുന്നുണ്ട് മമ്മൂക്കാടെ. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സാധനമാണ്. ഒന്ന് ആ അമ്മച്ചിയോട് പറയുന്നത്, ബിന്ദുപ്പണിക്ക് പറയുന്നുണ്ടല്ലോ, ഞാൻ ആ മരത്തിന്റെ മുകളിൽ കഥ പറയുന്നത്. പിന്നീട് പറയുന്ന ആ പൈസ കൊടുത്തിട്ടുള്ള സീനുള്ളൂ, ചെന്നൈ പോയിട്ട് പേഴ്സിലേക്ക് തിരിച്ച് പേറ്റ് വെക്കും. അതൊരു ഗംഭീര സീനാണ്, നമുക്ക് ചിരി കിട്ടുവാണ്. ഇതിന്റെ എഴുത്തിൽ അങ്ങനെ കുറെ രസം. അവനിങ്ങനെ ഈ ഭയങ്കര സ്വാഭാവികമായിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഭയങ്കര രസമാണ്. ഇങ്ങനെ ഈ കൊച്ചു നമ്പറുകളില്ലേ പറയുന്ന ഡയലോഗ്സുകളൊക്കെ ഭയങ്കര രസമായിരിക്കും. അവൻ സംസാരിക്കുന്ന അങ്ങനെ തന്നെ, അമിത് സംസാര രീതി അങ്ങനെ തന്നെയല്ലോ. അത് അവന്റെ നുറുങ്ങുകളാ അങ്ങനെയൊക്കെ. ഞാൻ എന്നാ പല കാലം പൊന്തക്കാട്ടില് പോയിരിക്കാന്നൊക്കെ ചോദിക്കാം. ചേച്ചിയുടെ എന്തുവാടെ, അതൊക്കെ അവന്റെ യൂസേജുകളാണ്. സ്ഥിരമുള്ള ഒരു ടൈപ്പ് പിന്നെ സാധനങ്ങളാണല്ലേ. ഇത് വേറെ ദിവസം എന്തോ പോയിക്കൊണ്ടിരുന്ന അവന്മാർ പല കാലം എഴുന്നേറ്റ് പോയി, ഇവർക്കൊക്കെ ഭ്രാന്താണ്. അപ്പൊ ഞാൻ എന്തുവാടാ ഒരു വെളുപ്പം കാലത്ത് പോകണമെന്നുള്ളതാണ്. അങ്ങനത്തെ യൂസേജുകളൊക്കെ ഭയങ്കര സ്മാർട്ട്. ആ സാധനങ്ങളൊക്കെ തിയേറ്ററിൽ നല്ല കയ്യടിയാണ് കിട്ടുന്നത്. പിന്നെ ബിന്ദുപ്പണിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മള് ബിന്ദു ചേച്ചിന്റെ ഒത്തിരി സിനിമ, ബിന്ദു ചേച്ചി ലാസ്റ്റ് മിനിറ്റ് അതിലേക്ക് മല്ലയ്യ ചേച്ചിയായിരുന്നു നമ്മൾ ആദ്യം വെച്ചിരുന്നത്. മല്ലയ്യ ചേച്ചി എടുത്ത് സംസാരിച്ചെല്ലാം സെറ്റ് ആയിരുന്നു. ലാസ്റ്റും പുള്ളിക്കാരത്തേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു പോയി, ഹെൽത്ത് ഇഷ്യൂ ആണ്. അപ്പോ ഷൂട്ടിംഗ് തുടങ്ങി 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് കണ്ട പെട്ടെന്ന് നമ്മളങ്ങനെ എന്ത് ചെയ്യുന്ന പാനിക് ആയിപ്പോയി. അന്നപ്പോ മമ്മൂക്കന്ന് ദുബായിലാണ് അന്ന് പരിപാടിയായിട്ട്. അപ്പം മമ്മൂക്ക് ഞാനിവിടെ അങ്ങനെ എന്ത് ചെയ്യും മമ്മൂക്കാന്നൊക്കെ ചോദിച്ചു വിഷമിച്ചിരുന്ന സമയം നമുക്ക് ബിന്ദുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കറക്റ്റാവുന്നു. ബിന്ദു ചേച്ചി കറക്റ്റായിരിക്കൂടാ. പുള്ളിക്കത് മുമ്പ് ഏതൊരു പടത്തില് ചെയ്തിട്ടുണ്ട് അമ്മയുടെ, അത് ഏജിന്റെ എന്തോ ആണെന്ന് തോന്നുന്നു, ഫ്ലാഷ് ബാക്കിൽ. ഞാൻ എന്താ ഇല്ല കറക്റ്റായിരിക്കും, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പറഞ്ഞു. ബിന്ദു ചേച്ചിയോട് ഞാൻ പോക്കിരാജനുണ്ടായിരുന്നു, ബിന്ദു ചേച്ചി ഉണ്ടായിരുന്നല്ലോ. പിന്നെ വിളിച്ച് പുള്ളിക്കാരത്തി പിന്നെ ഡേറ്റ് അവൈലബിൾ ആണല്ലോ, 3 ദിവസം മുമ്പാണല്ലോ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച് സെറ്റ് ചെയ്ത് ഫസ്റ്റ് ഡേ പുള്ളിക്കാരത്തി വേണം താനും ഷൂട്ടിങ്ങിന് ഫസ്റ്റ് ദിവസം തന്നെ വേണം. 3-ാമത്തെ ദിവസം വേണം. പിന്നെ ഒന്ന് വിളിച്ച് പിന്നെ സെറ്റാക്കി ഇട്ടപ്പെട്ടപ്പേന്ന് കോസ്റ്റ്യൂമൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു പല്ലിന് ഓർഡർ കൊടുത്ത്, പല്ലിത് മാറ്റണമല്ലോ, ആളെ മാറ്റണമല്ലോ, കുറച്ച് പ്രായമൊക്കെ ആവണമല്ലോ. പിന്നെ എല്ലാം കൂടെ 2 ദിവസത്തിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു, ഷൂട്ട് ചെയ്തു. അങ്ങനെയാണ് ബിന്ദു ചേച്ചി വരുന്നത് അല്ലേ. പക്ഷെ അത് കറക്റ്റ് സെലക്ഷൻ ആയിരുന്നു കേട്ടോ. അതില്ലാന്ന് നമുക്ക് അത് പറയുമ്പോഴും പക്ഷെ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും അത് കറക്റ്റ് ആയിപ്പോയി. ഞാൻ അതല്ല പറഞ്ഞത്, പുള്ളി മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ. നമുക്കത് ഹെൽപ്പ്. അതെ ഈ ഡിസിഷൻ എടുക്കാൻ കൺഫ്യൂഷൻസ് വരുമ്പോഴേ, ക്രൈസിസ് വരുമ്പോഴേ
പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പെട്ടെന്ന് പറയും ഇതെന്താണ് ഇങ്ങനെ ചെയ്താൽ നന്നാവും, എന്താണ് ക്രൈസിസ് മാനേജ്മെന്റിന് കുറച്ചും കൂടി ഹെൽപ്പ് കിട്ടും. ലാലേട്ടനായിട്ട് 2 സിനിമ അല്ലേ? പുലിമുരുകനാണ് ഏറ്റവും വലിയ ആക്ഷൻ സിനിമയെന്ന് അന്ന് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. ആ പുലിമുരുകൻ കഴിഞ്ഞിട്ടാണ് മോൺസ്റ്റർ ചെയ്യുന്നത് അല്ലേ? അത് എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്ക് ഒത്തിരി വിമർശനങ്ങളൊക്കെ വാങ്ങേണ്ടതായി വന്നു, കേൾക്കേണ്ടതായി. നൈറ്റ് ഡ്രൈവ്, മോൺസ്റ്റർ എന്ന് പറയുന്ന 2 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇടയിൽ. അതെ. ഇത് രണ്ടും ഞാനൊരു കോവിഡ് കാല സിനിമകളായിട്ടാണ് കണ്ടിരിക്കുന്നത്. കാരണം ഇത് ഒരു നമ്മൾ സാധാരണ സിനിമ ചെയ്യുന്ന ഒരു പ്രോസസ്സിലല്ലല്ലോ അത് ചെയ്തത്. കോവിഡ് വന്നു, നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്, സിനിമ ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല, സിനിമ തന്നെ ഉണ്ടോയെന്ന് അറിയില്ല, എങ്ങനെയാണ് ലൈഫ് പോണേന്ന് അറിയില്ല. അപ്പം എല്ലാവർക്കും അതിൻ്റെതായ ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ പ്രശ്നമായത്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, നമ്മുടെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പം നമുക്കങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. നമ്മുടെ മുമ്പിലുള്ള ഒരു വഴി, നമുക്കറിയാവുന്ന ഒരു ജോലി സിനിമ ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു ജോലി. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമകളൊക്കെ, സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന സിനിമകൾ ഉണ്ടെന്ന്. ലാലേട്ടൻ്റെ ഒരു സിനിമ ഫുള്ള് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വേറൊരു സിനിമയും സ്ക്രിപ്റ്റ്. ഇതൊക്കെ വലിയ സിനിമകളാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് പറയുന്നത് പാനിക്കായിട്ട് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട്. അപ്പോൾ ഈ റൈറ്റർ അഭിലാഷ് പിള്ള വന്ന ഒരു കഥ പറഞ്ഞു, അവനെ എഴുതിയ സ്ക്രിപ്റ്റായിരുന്നു. ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു, ഒരു 10-30 ദിവസം കൊണ്ട് ചെയ്യാവുന്ന ഒരു കുഞ്ഞു സിനിമ, നൈറ്റ് ഡ്രൈവ്, കുഞ്ഞു സിനിമ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, നമ്മുടെ സിനിമകളിലൊക്കെ ശരിക്കും ആക്ഷന് ഉപയോഗിക്കുന്നതിൻ്റെ പകുതി ബഡ്ജറ്റും ആ സിനിമ ചെയ്യാൻ എൻ്റെ 3 കോടി ഇത്ര കണ്ട് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സിനിമ ഷൂട്ടിങ് തുടങ്ങി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ ഭയങ്കര ടെൻഷനായിരുന്നു, ഫൈനാൻഷ്യൽ പ്രോബ്ലവും അതും ഇതൊക്കെ ആയിട്ട് എല്ലാവരും ഒരുപാട് പേരിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ജോലി വേണം. അപ്പോൾ അവിടെയൊക്കെ സിനിമകൾ തുടങ്ങി, കുഞ്ഞു സിനിമകൾ തുടങ്ങി. അപ്പോൾ അങ്ങനെ OTT സിനിമകൾ എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിൽ നമ്മൾ വലിയ സിനിമ ചെയ്യുന്ന ആളാണെന്ന് വെച്ചിട്ട് ജീവിക്കാൻ ബാക്കി എല്ലാവർക്കും വരുമാനം പരിപാടികൾ വേണ്ടതാണ്. അന്നേരത്തെ സാഹചര്യത്തിൽ പറ്റുന്ന പോലത്തെ ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് ആദ്യം നൈറ്റ് ഡ്രൈവ് ചെയ്തത്. നൈറ്റ് ഡ്രൈവ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ മോൺസ്റ്റർ ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്ത് അതെന്നെ വിളിച്ചതാണ് ആ സമയത്ത്. അത് ഇതിന്റെ ഷൂട്ടിംഗ് തീർന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി. ഇതെല്ലാം ഒരു പിന്നെ ചെറിയ കാലഘട്ടത്തിൽ ഒരു ഗ്യാപ്പ് ഫില്ലിങ് അല്ലെങ്കിൽ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഈ 2 സിനിമകളും ചെയ്തത്. ഞാനതൊരു ഒരു കോവിഡ് കാലത്തെ സിനിമകൾ എന്നുള്ള രീതിയിൽ തന്നെ കണ്ടു. ഒരു പ്രൊഫഷണൽ സിനിമ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഒരു പ്ലാനിങ്ങോടെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ സംഭവമായിട്ട് ചെയ്ത സിനിമയൊന്നും അല്ല. ഒരു കുഞ്ഞ് 2 സിനിമകൾ ചെയ്തു, അത് OTT എന്നുള്ള രീതിയിൽ. എൻ്റെ നിർഭാഗ്യത്തിന് ഇത് റിലീസ് ചെയ്തപ്പോഴത്തേക്ക് തിയേറ്ററൊക്കെ ഓപ്പണായി, എല്ലാം വളരെ വൈഡർ സിനിമകളായി മാറിയപ്പോഴായിപ്പോയി ഇത് റിലീസായിപ്പോയെന്ന്. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്നുള്ളത് മാത്രമേ. അപ്പോൾ അതിന് ഞാൻ ഒരു പശ്ചാത്താപമായി എടുക്കുന്നില്ല. കാരണം അത് ഞാൻ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തന്നെ അറിയാമല്ലോ, ഞാനത് ഏത് സാഹചര്യത്തിൽ ചെയ്തതാണെന്ന് എനിക്ക് അറിയാമല്ലോ. ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ ലാലേട്ടന് വേണ്ടി ശരിക്കും ചെയ്യാനിരുന്ന സിനിമ വൻ സിനിമയാണ്, അത് ചെയ്യും, അതൊരു വൻ പരിപാടി ചെയ്യും. അത് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, ലാലേട്ടന്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അല്ലല്ല, അത് ലാലേട്ടൻ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അതിനി ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഡേറ്റ്സുകളെല്ലാം ഇപ്പം എല്ലാവരും പല പല സിനിമകളിലേക്ക് പോകാണല്ലോ. തിരിച്ചത് ചേർന്ന് വരുന്ന സമയത്ത് അത് ചെയ്യും. അതിന്റെ ക്ഷീണമൊക്കെ ഞാൻ അന്നേരം മാറ്റിക്കോളാം. വൻ പരിപാടി അടിക്കും. അല്ല, ഇപ്പൊ പറഞ്ഞ ഒരു പോയിന്റ്, അത് കോവിഡ് സമയത്ത് ചെയ്ത തിയേറ്റർ ഓപ്പൺ ആവുന്ന നമ്മൾ ജീവിതത്തിൽ വിചാരിച്ചില്ല. ഞാൻ അറിഞ്ഞ തിയേറ്ററിലേക്കോ ഇതോ നമ്മൾ തന്നെ ചോദിക്കാണ്, ഇതോ തിയേറ്ററിലേക്ക് എല്ലാവർക്കും ടെൻഷൻ ആയിപ്പിക്കുന്നത്. നമ്മളൊരു ചെറിയ പരിപാടിക്ക് വേണ്ടി ചെയ്തൊരു സിനിമ എടുത്തിട്ട് കൊണ്ട് വലിയ പരിപാടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ലല്ലോ. അത് പറ്റുന്നൊരു കാര്യമല്ല, അത് പ്രാക്ടിക്കലി നടക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്കും ടെൻഷൻ ആയിപ്പോയി. പക്ഷെ അതിലൊത്തിരി പഴി കേട്ടു. ഞാൻ അത് കേൾക്കാൻ അർഹനാണല്ലോ. കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇത് അറിയേണ്ട കാര്യമില്ലല്ലോ. ഇയാൾ OTT വേണ്ടി ചെയ്തതാണോ, ഇയാൾ ചെറിയ ബഡ്ജറ്റ് ചെയ്തതാണോ, ഇയാൾ ഇപ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് ചെയ്താണോ എന്ന് അറിയേണ്ടതല്ല. അവൻ കാശ് മുടക്കി ഒരു സിനിമ കാണാമെന്നും അതവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ അവസ്ഥ എന്താ നമുക്കറിയാവുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ അതിന് നമ്മൾ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്തു, ആ രീതിക്ക് വിട്ട് കളഞ്ഞു. അത് അല്ലേ? ഈ മമ്മൂക്കായും ലാലേട്ടനും വെച്ച് സിനിമ ചെയ്യുമ്പം എപ്പോഴും ഇപ്പൊ മമ്മൂക്കാനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, മമ്മൂക്ക പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. ഈ ലാലേട്ടനെ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ റൂട്ട്? എങ്ങനെയാണ് നമുക്ക് രണ്ട് റൂട്ടാണ്. ലാലേട്ടൻ എന്ന് വെച്ചാൽ ലാലേട്ടന് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്ക് ബേസിക്കലി ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ പ്രാന്താണ് എനിക്ക്. പുള്ളി അതിനേക്കാളും വലിയ ഭ്രാന്തൻ ആക്ഷൻ്റെ കാര്യത്തിൽ. അപ്പം ഞങ്ങൾ രണ്ടും കൂടി ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും ആക്ഷൻ. കാരണം എന്താ വെച്ചാൽ 2 പേർക്കും അത് നന്നാവണം എന്ന് പറയുന്ന ഒരു പരിപാടി ഉള്ളതാണല്ലോ. എനിക്ക്
പുലിമുരുകനിൽ ഒരു പരിധി വരെ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അടുത്ത പരിപാടി ചെയ്യുന്ന സമയത്ത് വൻ ആക്ഷൻ പിടിക്കും ലാലേട്ടൻ്റെ. ഇതിനപ്പുറത്തേക്കാണ് പിടിക്കും. പുലിമുരുകൻ എന്ത് കുഴപ്പം ആക്ഷൻ? പുലിമുരുകൻ തുടക്കമല്ലേ ഉള്ളൂ, ശരിക്കുള്ളതിൽ ചെയ്യണമല്ലോ. ഓ, ഇത് കേട്ടിട്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ സിനിമ കാണാൻ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും, വൻ പരിപാടികളെ ചെയ്യാൻ പറ്റും, ചെയ്യാനൊക്കെ പറ്റുന്നേ. അതിനുള്ള കാര്യമുള്ള കാര്യമൊന്നുമില്ല. ഈ ആക്ഷനോട് ഇത്ര പ്രിയം വരാനുള്ള കാരണം എന്താണ്? മല ചെയ്യാൻ ഇഷ്ടം, ആക്ഷൻ സിനിമ കാണാൻ ഇഷ്ടമായിരുന്നു. ഇടിപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുമായിരുന്നു, രാവിലെ എഴുന്നേറ്റ് പോകും ഇടിപ്പടം കാണാൻ വേണ്ടി തിയേറ്ററിൽ. അതൊരു ഇഷ്ടം. അല്ല, വൈശാഖന് മറ്റ് സംവിധായകരെ വെച്ച് നമ്മൾ ഇവിടുത്തെ മറ്റ് സംവിധായകർ, എനിക്ക് ഇടി ഇഷ്ടമല്ല, അതുകൊണ്ടായിരിക്കും. ഞാനൊരു ബഹളം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കണം അപ്പം സ്കൂട്ടാവും. അവിടുന്ന് ഞാൻ ഇന്നൊരാളുടെ വഴക്കുണ്ടാക്കിയിട്ടില്ല, അത് തല്ലുകൂടിയിട്ടില്ല. ശാന്തതയാണ്. ദേഷ്യപ്പെടാറില്ല? ദേഷ്യപ്പെടാൻ പിള്ളേരുടെ ഒക്കെ ഇങ്ങനെ ഈ സിനിമയുടെ കാര്യം നടക്കാൻ വേണ്ടി പറയുന്നല്ലാതെ അങ്ങനത്തെ പരിപാടിയില്ല. എനിക്ക് ഇല്ലാത്തതായതുകൊണ്ടായിരിക്കും ആക്ഷൻ. അല്ല, ഞാൻ പറഞ്ഞ പോലെ ആക്ഷൻ പടങ്ങൾ നമ്മൾ ഒത്തിരി കണ്ടു, മലയാളത്തിൽ ഒത്തിരി കണ്ടു. മലയാളത്തിൽ ഒരു പ്രിയപ്പെട്ട ഒരു ആക്ഷൻ സിനിമ ഏതായിരിക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ? ഞാൻ ഈ ചെറിയ പ്രായം മുതൽ ഇവിടെ ഇറങ്ങുന്ന ഇപ്പോൾ ജോഷി സാറിൻ്റെ സിനിമകൾ, ഐ വി ശശി സിനിമകൾ, ഇതിനൊക്കെ ഭയങ്കര ഫാനായിരുന്നു. ഇങ്ങനത്തെ തമ്പി കണ്ണൻ നടത്തിൻ്റെ പടങ്ങൾ എല്ലാം ആക്ഷൻ ഓറിയന്റഡ് സിനിമകളാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബാബുവനണി സിനിമകളൊക്കെ വന്നല്ലോ. ബാബുവനണി മറ്റേ ഷർട്ടൊക്കെ തുറന്നിട്ട് നടി മാർഷൽ ആർട്സ് പരിപാടികളുള്ള സിനിമകൾ, അതിൻ്റെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആരെ ആക്ഷൻ ചെയ്താലും കുട്ടേട്ടുണ്ടല്ലോ വിജയരാഘവൻ, വിജയരാഘവനൊക്കെ ആക്ഷൻ ഹീറോ ആയിരുന്നു. ഓടി പോവായിരുന്നു ആ സിനിമ കാണാൻ വേണ്ടി, പുള്ളി കാണാൻ വേണ്ടി, ആക്ഷൻ കാണാൻ വേണ്ടി. ആക്ഷൻ ഹീറോസ് ആര് വന്നാലും ആ പരിപാടി ഒരു പ്രത്യേക ഇഷ്ടമാണ്. ആ ഒരു പ്രിയമാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അത്രേ ഉള്ളൂ. ഈ സ്ലോ മോഷനുകൾ കുറയ്ക്കാറുമുണ്ട്, കൂട്ടാറുമുണ്ട് വൈശാഖ് സിനിമയിൽ. ഇതിലെനിക്ക് അത്രയും ഒത്തിരി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് വേറൊരു പാറ്റേണിലാണ് അതിന്റെ ആക്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ഹാഫിൽ ആക്ഷൻ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കുറച്ചും കൂടെ മാസി ആയിട്ടുള്ള ആക്ഷൻ ആണ്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ കുറച്ചും കൂടെ റിയൽ സിറ്റുവേഷനിലൂടെ പോവുകയാണല്ലോ. അപ്പൊ അത് കുറച്ചും കൂടി ടൈമിങ് മാറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പുതിയ രീതിയിലുള്ള ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നതിന് ആ രീതിക്കാണ്. പാട്ടുകളിലുള്ള പ്രിയം എങ്ങനെയാണ്? പാട്ട് എനിക്ക് പൊതുവെ ഇഷ്ടമാണ്, പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ പാട്ടിന് സ്പേസ് ഇല്ലായിരുന്നു. കാരണം ആക്ഷന് വേണ്ടി ഡിസൈൻ ചെയ്ത സിനിമ ആയതുകൊണ്ട് അങ്ങനെ പാട്ടിന് വലിയ, ഞാൻ പറയുന്നത് നോർമൽ ഫോർമാറ്റിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. മാസ് സിനിമയുടെ ഒരു സ്ഥിരം ഫോർമാറ്റ് ഉണ്ട്, ആ പരിപാടി ഇല്ലാതെ ഇത് കഥ പറഞ്ഞ് കഥയിൽ നിന്ന് ആക്ഷനിലേക്ക് കയറി ആക്ഷൻ മൊത്തം പിടിച്ചു പോകുന്ന ഒരു പരിപാടിയിലേക്കാണ് ചെയ്തത്. സിനിമ റിലീസിന് മുമ്പ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഒരു ടൂർ പ്ലാൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടും സിനിമ റിലീസിന് പോലും ഇല്ലാതെ രണ്ടുപേരുടെ ഒരു ടൂർ പ്ലാൻ ചെയ്ത് പോയി? ഞാൻ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പോയപ്പോൾ? ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഞാനും മിഥുനും ഷമീറും കൂടെ ആണ് ഈ സിനിമ പ്ലാൻ ചെയ്തത് തുടക്കത്തിൽ. പിന്നെ സിനിമ നടന്നു. അപ്പോൾ സിനിമ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വെക്കേഷന് പോകാൻ പിള്ളേരൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുത്ത് വെച്ചു. നേരത്തെ എല്ലാം പ്ലാൻ ചെയ്തു, അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ റിലീസ് ഡേറ്റ് ഇങ്ങനെ മാറി മാറി കറക്റ്റ് ദിവസമായി പോയി. തലേ ദിവസം പിന്നെ പോകേണ്ടി വന്നു. അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല, ഫുൾ ഫോണിൽ എന്തായി ഓരോ ഷോ 3 പേര് 3 വഴിക്ക് നിന്നിട്ട് ഫോൺ ചെയ്തോണ്ടിരിക്കാണ്ട് ഞാൻ ഇതിൻ്റെ അടുത്ത് എന്താണ് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും അതിന്റെ പുറകെ തന്നെ ആയിരുന്നു. ചെയ്യാൻ പറ്റില്ല, പിള്ളേർ എൻജോയ് ചെയ്തു, നമ്മൾ സിനിമയിലെ പോയി എന്ന് മാത്രം. ഇത്രമാത്രം ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹത്തിനൊപ്പം തന്നില്ല പ്രഷർ, ആഗ്രഹത്തിനൊപ്പം തന്നു. അതിന്റെ അപ്പുറത്തേക്ക് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. സന്തോഷം അല്ലേ? പക്ഷേ ഒരു ഡയറക്ടർ എന്ത് പഴി കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയോട് ഇപ്പോൾ പഴി മാറി നിൽക്കുക. ഇനി ഞാൻ പഴി കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കാനുള്ള പരിപാടിയില്ല, തീരുമാനത്തില്ല. ഉറപ്പിച്ചു, ഒരു പഴി കേൾക്കാതിരിക്കാനുള്ള പരിപാടി എന്ത് ചെയ്യാന്നുള്ള ആലോചിക്കണം, ഉറപ്പിച്ചിരിക്കുകയാണ്. അല്ല, അങ്ങനെ വേണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും. ഇപ്പം മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നത് ഇവിടത്തേലും കൂടുതൽ കളക്ഷൻ, ഇവിടുത്തെ കളക്ഷൻ്റെ അപ്പുറത്തേക്കാണ് നമ്മൾ പുറം രാജ്യങ്ങളിൽ കളക്ഷൻ കിട്ടുക. അപ്പോൾ അത്രമാത്രം സിനിമ വിജയിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഷോകളുടെ എണ്ണം കൂടുന്നു, ഓരോ ദിവസം കൂടുന്തോറും. പല വലിയ സിനിമകൾ വരുമ്പോഴും നമ്മുടെ സിനിമ ഇങ്ങനെ നിൽക്കുകയാണ്. ആ മമ്മൂക്കാടെ ഒരു ഇന്റർവ്യൂ അപ്പോൾ പ്രേക്ഷകർ പറഞ്ഞ മമ്മൂക്കാടെ തട്ടെപ്പോഴും താന്ന് തന്നെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ, ആ മമ്മൂക്കാടെ ഇന്റർവ്യൂവിൽ മമ്മൂക്ക പറഞ്ഞ ഒരു സാധനം, എൻ്റെ അവസാന ശ്വാസം വരെ ഈ സിനിമയാന്നുള്ളത്. അത് മമ്മൂക്ക പറഞ്ഞപ്പം എന്താണ് ഏറ്റെടുത്തതെന്ന് കണ്ടില്ലേ? മമ്മൂക്കൊക്കെ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഞാൻ അങ്ങനെയാണ് ആ ഒരു ഇന്റർവ്യൂ തീർച്ചയായിട്ടും ആ അത്രയും മമ്മൂക്കാടെ കൂടെയുള്ള യാത്ര, ലാലേട്ടൻ്റെ കൂടെയുള്ള യാത്ര, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഞാൻ പഴി കേൾക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു യാത്രയിലേക്കാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലാലേട്ടൻ്റെ സിനിമ ഞാനിപ്പോൾ അടുത്ത് ചെയ്യുന്നത് ഖലീഫ എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജിന്റെ സിനിമയാണ്.
ജിനു എബ്രഹാം എഴുതുന്ന സിനിമയാണ്. അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ലാലേട്ടനിലേക്ക് പോകുന്നത്. അത് ഇനി അതിന് ഒത്തുവരുന്ന സാഹചര്യം എപ്പോഴാണ്? ഇനി ഗ്യാപ്പുകൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഗ്യാപ്പുകൾ ഇല്ലാതെ അത് അറിയില്ല. സ്ക്രിപ്റ്റ് ഒക്കെ സെറ്റായി വരുന്ന പോലെയല്ലേ. അല്ല, എനിക്ക് ഗ്യാപ്പുകൾ വരാതിരിക്കട്ടെ. തീർച്ചയായിട്ടും ഗ്യാപ്പുകൾ വരാതിരിക്കണം. എനിക്ക് ഇന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില നമ്മൾ ഇതിനു മുമ്പ് നൈറ്റ് ഡ്രൈവിനാന്ന് തോന്നുന്നു നമ്മളിരുന്നു. പക്ഷെ ആ ഒരു സന്തോഷമല്ല, ഇത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക കാണുമ്പോൾ നമുക്കും ഒത്തിരി സന്തോഷമാണ്. ഇനി സൂപ്പർ ഹിറ്റ് സിനിമകളിലേക്ക് മാറണം. താങ്ക് യു. കൂടെ ഉണ്ടാകും, എന്നും കൂടെ നിൽക്കുന്ന സിനിമാ പ്രേക്ഷകരുണ്ടാകും. പഴി കേൾക്കാത്ത സിനിമകളുമായിട്ട് മുന്നോട്ട് കട്ടയ്ക്ക് പിടിക്കണം. ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു.